ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു അടിപൊളിയായിട്ടുള്ള മാമ്പഴക്കറിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കുഞ്ഞുമാടെ സ്പെഷ്യലാണ്. അപ്പോൾ ലാസ്റ്റ് വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഇപ്പോൾ കുഞ്ഞുമാടെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുഞ്ഞുമാടെ സ്പെഷ്യൽ കറി നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനേക്ക് വേണ്ട നമുക്ക് പ്യൂർ മാങ്ങയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 സ്പൂൺ കടുക്, പിന്നെ അടുത്തതായിട്ട് വേണ്ടത് 1/4 സ്പൂൺ ഉലുവയാണ് വേണ്ടത്. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 5 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഞാൻ എല്ലാം വാങ്ങിയത് ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചട്ടിയിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ച മാങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൗഡേഴ്സൊക്കെ ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യമായ പൗഡർ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് 1 സ്പൂൺ കുരുമുളകാണ്. അതും കൂടി ഇട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ട് ഇതൊക്കെ വാട്ടിയെടുക്കണം. ഉപ്പും കുരുമുളകൊക്കെ മാങ്ങയിലൊന്ന് പിടിക്കണ വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് അരപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് തേങ്ങ, 1 കപ്പ് തേങ്ങ, പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, എരിവിന് ആവശ്യമായ മുളക് കുറച്ച് കൂടുതൽ ഇടാം. മാങ്ങയുടെ മധുരം ഉള്ളതുകൊണ്ട് നല്ലതായിരിക്കും എരിവ് കുറച്ച് കൂടി വരുമ്പോഴത്തേക്കും. എന്നിട്ട് നമ്മുടെ ആ മാങ്ങയിലേക്ക് നമുക്ക് അടുത്തതായി വേണ്ട നല്ല പുളിയുള്ള തൈരാണ്. അതും കൂടെ മിക്സ് ചെയ്ത് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. ഈ കറിക്ക് അധികം വെള്ളം വേണ്ട, അതുകൊണ്ട് വെള്ളം വളരെ കുറച്ച് തന്നെ മതി. അരപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കറി. അരപ്പും കൂടെ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാകും. ആദ്യം തന്നെ താളിച്ചതുകൊണ്ട് ലാസ്റ്റ് താളിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളല്ലേ, പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. വളരെ സിമ്പിളായ പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മാമ്പഴക്കറിയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗ്. പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.